PSC ലൈഫ് ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. മാർച്ചിലെ വീണ്ടും LP ഇൻ്റർവ്യൂ പുനരാരംഭിച്ചിരിക്കുകയാണ്. LP UP ഇൻ്റർവ്യൂകളിൽ ചോദിച്ചു വരുന്ന സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാട് വരുന്നത്. പിന്നെ വരുന്നത് പേഴ്സണലായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. എങ്കിൽ പോലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ എല്ലാ ജില്ലകളിലും ഒരുപോലെ തന്നെയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ ജില്ലയിൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുമ്പോൾ കാണാം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ അറിഞ്ഞു വെച്ച് പോയാൽ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഏറെ ഉപകാരപ്രദമാകും. അതുകൊണ്ട് തന്നെ അത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ മിക്ക ജില്ലകളിൽ നിന്ന് കളക്ട് ചെയ്ത് ഞാൻ ഈ ഒരു ചാനലിൽ വീഡിയോ ആയിട്ടിടാൻ ശ്രമിക്കുന്നുണ്ട്. 5-6 ജില്ലകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് റെഗുലറായിട്ട് ലഭിക്കുന്നത്. അത് കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, പിന്നെ മലപ്പുറം. ഈ 6 ജില്ലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുന്നത്. മറ്റ് ജില്ലകളിൽ നിന്നുള്ള ഇത് വല്ലപ്പോഴും മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് അതിൽ നിന്ന് കുറവായിരിക്കും. നിങ്ങൾക്ക് ആ ജില്ലകളിൽ നിന്ന്, ഇപ്പോൾ ഞാൻ പറഞ്ഞ 6 ജില്ലകളല്ലാതെ വേറെ ജില്ലകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ലഭിക്കുന്നുണ്ട് എങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ അതിൻ്റെ ഉത്തരങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. നമുക്ക് ലഭ്യമായ ക്വസ്റ്റ്യൻസ് വെച്ചുള്ള വീഡിയോ മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടലില്ലാതെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ വർഷവും കഴിഞ്ഞ ഇൻ്റർവ്യൂ ഘട്ടത്തിലും ചോദിച്ച ഒരു ചോദ്യമാണ് 5 E's എന്ന് പറയുന്നത്. 5 E's എന്ന് പറയുന്നത് പരിസരവർണ്ണവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. 1980 അതിൻ്റെ ഒരു മധ്യത്തോടെയാണ് 5 E's എന്ന് പറയുന്ന ഒരു അന്വേഷണാത്മക പഠന മാതൃക അവതരിപ്പിക്കുന്നത്. ഇത് കൊണ്ടുവരുന്നത് ബയോളജിക്കൽ സയൻസ് കരിക്കുലം സ്റ്റഡി അഥവാ BSCS ബയോളജിക്കൽ സയൻസ് കരിക്കുലം സ്റ്റഡി എന്നൊരു സംഭവമാണ് ഈ ഒരു അന്വേഷണാത്മക പഠന മാതൃക അവതരിപ്പിക്കുന്നത്. ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ ശാസ്ത്ര പഠനത്തിൻ്റെ ഭാഗമായിട്ട് രൂപീകരിച്ച ഒന്നാണ് ഈ 5 E's എന്ന് പറയുന്നത്. 5 E's എന്താണെന്ന് തുടർന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇതിനെ 5 E വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 5 കാര്യങ്ങൾ, അതാണ് 5 E's. എൻഗേജ്, ഒരു പ്രശ്നം ഏറ്റെടുക്കുക, അതാണ് എൻഗേജ്. എക്സ്പ്ലോർ, അന്വേഷിക്കുക, പ്രശ്നം കിട്ടിയാൽ അതിനെ അന്വേഷിക്കുക, അതാണ് എക്സ്പ്ലോർ. മൂന്നാമത്തേത് എക്സ്പ്ലെയിൻ, കണ്ടെത്തലുകൾ, നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങൾ വിനിമയം ചെയ്യുക എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ എന്ന 3-ാം ഘട്ടത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. 4-മത്തേത് എക്സ്റ്റെൻഡ് അഥവാ ഇലാബറേറ്റ്. ഇപ്പം നമുക്ക് വിവരങ്ങൾ കിട്ടിയെങ്കിൽ പോലും അതിനെപ്പറ്റി തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അതിനെപ്പറ്റി കൂടുതൽ വിശദമായ കാര്യങ്ങൾ അറിയുക, അതാണ് ഇലാബറേറ്റ് അഥവാ എക്സ്റ്റെൻഡ് എന്ന 4-ാം ഘട്ടത്തിൽ പറയുന്നത്. 5-ാം ഘട്ടത്തിൽ ഇവാലുവേറ്റ്, വിലയിരുത്തുക. ഇത്തരം 5 ഘട്ടങ്ങളെയാണ് 5 E എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, അതുപോലെ തന്നെ ഇലാബറേറ്റ്, ഇവാലുവേറ്റ്. നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ പോലും നമ്മൾ വീണ്ടും പറഞ്ഞു എന്ന് മാത്രം, കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. മറ്റൊന്ന് കാൻഫഡ് ആണ്. കാൻഫഡും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കാൻഫഡ് എന്നെടുത്ത് ചോദിച്ചിട്ടില്ല എന്ന് മാത്രം. PN പണിക്കരെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് എപ്പോഴും. പക്ഷേ കാൻഫഡ് എന്താണെന്ന് ഇപ്പോൾ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്ന് കാൻഫഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ PN പണിക്കരെ പറ്റി പഠിച്ചു വെച്ചാലും ഓർക്കാത്ത ആളുകളുണ്ടാവും. കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് കേരളത്തിലെ അനൗപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ളൊരു, അത് വികസിപ്പിക്കാനുള്ളൊരു സമിതി, അതാണ് കാൻഫഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത് ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ അതിൻ്റെ സൂത്രധാരൻ എന്ന് പറയാവുന്നത് PN
പണിക്കറാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഇത്തരമൊരു അസോസിയേഷൻ സ്ഥാപിച്ചത്. നിരക്ഷര കേരളത്തിനെ സാക്ഷരത കേരളമാക്കി മാറ്റാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ കാൻഫഡ് എന്ന ഈ ഒരു പദ്ധതി വളരെയധികം ഒരു ഫലം കണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വായിച്ചു വളരുക, എഴുത്തുകൊണ്ട് പഠിച്ച് കരുത്തു നേടുക, ചിന്തിച്ച് പ്രബുദ്ധരാവുക. PN പണിക്കർ ഉയർത്തിയ മുദ്രാവാക്യമാണിത്. അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം ഇത്തരമൊരു സോഷ്യൽ മൂവ്മെൻറ്റിലൂടെ പ്രാവർത്തികമാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാൻഫഡിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം പറയാനായിട്ട് അറിഞ്ഞിരിക്കണം. ആസ് എ ടീച്ചർ നമ്മളതിന് റെസ്പോൺസിബിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആശയ അവതരണ രീതി, അക്ഷര അവതരണ രീതി. ഇതിനെ രണ്ടിനെ പറ്റി നമ്മൾ വളരെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്തത്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് 2 പേര് എന്നോട് ചോദിച്ചതായിട്ട് ഇന്നലത്തെ ഇൻ്റർവ്യൂവിൽ നിന്നും പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ആശയാവതരണ രീതി എന്താണെന്ന് വളരെ വിശദമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം. അതിലെ ഓരോ സ്റ്റെപ്പും ഘട്ടങ്ങളും എല്ലാം അതിൽ പറയുന്നുണ്ട്. എങ്കിലും നമുക്ക് പറയാം, ആശയം അവതരിപ്പിച്ചുകൊണ്ട് ഒരു കുട്ടിയെ അക്ഷരത്തിലേക്ക് എത്തിക്കുന്ന രീതി, അതാണ് ആശയ അവതരണ രീതി. അതായത് ഇപ്പോൾ നിലവിലുള്ളത് ആശയ അവതരണ രീതിയാണ്. 1ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് പണ്ട് പഠിപ്പിച്ചിരുന്നത് റ എന്ന അക്ഷരം, പിന്നെ പ എന്ന അക്ഷരം, അങ്ങനെ തുടർന്ന് ഓരോ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു, ചിഹ്നങ്ങൾ പഠിപ്പിക്കുന്നു, വാക്കുകൾ പഠിപ്പിക്കുന്നു, തുടർന്ന് വാചകങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളൊരു രീതിയായിരുന്നു. അതാണ് അക്ഷരാവതരണ രീതി. ആശയാവതരണ രീതി എന്ന് പറയുമ്പോൾ ഒരു കഥ നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നു. അതിൽ റിപ്പീറ്റഡായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ, ഇപ്പോൾ കുറുക്കനാണ് എങ്കിൽ കുറുക്കൻ എന്ന ക്യാരക്ടറിനെ ആ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്യാണ്. തുടർന്ന് അതിലെ അക്ഷരങ്ങൾ കുട്ടി പരിചയപ്പെടുന്നു. ക, റ, അതുപോലെ എൻ, അങ്ങനെ കുട്ടി ഒരു അക്ഷരങ്ങളിലേക്ക് എത്തുന്നു. ഇതിൽ പറയുന്നത് കുട്ടിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ആശയാവതരണ രീതിയായിരിക്കും. കാരണം ആ കുട്ടി ഒരു കഥാപാത്രത്തെ കണ്ടു പരിചയപ്പെട്ടു, ആദ്യമായി കൂടുതൽ ഒരു അടുപ്പത്തിലായതിനു ശേഷം ആ കഥാപാത്രത്തിലെ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ അക്ഷരങ്ങൾ അതിനോട് കൂടുതൽ അടുത്ത് ചേരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു അക്ഷരം പഠിപ്പിക്കുമ്പോൾ ആ കുട്ടി ഇൻട്രസ്റ്റോട് കൂടിയിട്ടല്ല ഒരു അക്ഷരം പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിന് ഒരു കാരണവും ആ കുട്ടിക്കില്ല. ആ ഒരു അക്ഷരം പഠിക്കുന്നതിന് ഇപ്പം ആദ്യമായിട്ട് പഠിക്കുന്നതിന് കുട്ടിക്ക് ഒരു റീസൺ ഇല്ല പഠിക്കാനായിട്ട്. അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അക്ഷര അവതരണ രീതി പണ്ടത്തെ രീതിയായിരുന്നു. ആശയാവതരണ രീതി ഇന്ന് ക്ലാസ് മുറികളിൽ ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, എന്താണ് അനൗപചാരിക വിദ്യാഭ്യാസം എന്നത് കാൻഫഡിനോട് തുടർന്ന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും അനൗപചാരിക വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മൾ കാൻഫഡ് ചോദിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, അതായത് ഔദ്യോഗിക പാഠ്യപദ്ധതിയുടെ ഒരു രീതി ഇല്ലാതെ പതിവായിട്ടുള്ള ക്ലാസ്സുകളില്ല, ഒരു പ്രത്യേക സമയമില്ല, എന്നാൽ അതിനൊരു ഉദ്ദേശമുണ്ട്, എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. ഈ ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസ രീതിയാണ് അനൗപചാരിക വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത്. ഇത് കുട്ടികൾക്കുണ്ട്, ഡ്രോപ്പ് ഔട്ടായിട്ടുള്ള കുട്ടികൾക്ക്. അതല്ലെങ്കിൽ അനൗപചാരിക വിദ്യാഭ്യാസം പ്രധാനമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് വിദ്യാഭ്യാസം ലഭിക്കാത്ത മുതിർന്ന പൗരന്മാരെയാണ്. അവർക്ക് ആവശ്യമായ അർഹമായ വിദ്യാഭ്യാസ അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അനൗപചാരിക വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈവനിങ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് പറയാം, ഒരുപാട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ 100% സാക്ഷരത കൈവരിച്ചത്. ഇതിനെ തുടർന്ന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് സാക്ഷരത മിഷൻ എന്ന് പറയുന്നത്. കേരളത്തിൽ പഠന മികവ്, സാക്ഷരത, ഇതൊക്കെ നമുക്ക് കൈവരിക്കാൻ
സാധിച്ചത് സാക്ഷരതാ മിഷന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. ഇത് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി എന്ന് പറയുന്നൊരു നേതൃത്വം ഇതിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു മികച്ച സാക്ഷരത നമ്മുടെ കേരളം കൈവരിച്ചത്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി, ഇതിന് ഫുൾ ഫോമായിട്ട് KSLMA എന്നാണ് പറയുക. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി. ഇതിന് കുറച്ച് പ്രോജക്റ്റുകൾ വരും. അതായത് സാക്ഷരത എല്ലാവർക്കും നേടാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ കുറച്ച് പ്രോജക്റ്റുകളുണ്ട്. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന 2 കാര്യങ്ങൾ. ഒന്ന് അക്ഷര കേരളം പ്രോജക്റ്റാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ്, അക്ഷര കേരളം. മറ്റൊന്ന് ചെറുകഥയിലൂടെ സാക്ഷരത, അക്ഷര കേരളം. ഇത് രണ്ടും മറക്കാതെ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. സാക്ഷരതാ മിഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അക്ഷര കേരളം പ്രോജക്റ്റും ചെറുകഥയിലൂടെ സാക്ഷരത എന്ന പ്രോജക്റ്റും ഒക്കെ നമുക്കിവിടെ പറയാവുന്നതാണ്. മറ്റൊന്നാണ് കരിക്കുലം എന്താണ് എന്നുള്ളത്. നമ്മൾ കരിക്കുലം, അതുപോലെ തന്നെ കരിക്കുലത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളൊരു മുൻപ് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് തന്നെ എടുത്തിട്ട്, കാരണം ഒരുവിധം എല്ലായ്പ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ജില്ലകളിലും ചോദിച്ചു വന്ന ഒന്നാണ് കരിക്കുലം, സിലബസ് എന്നിവയുടെ വ്യത്യാസം. കരിക്കുലം എന്നത് ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പഠന പരിപാടികളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് ഒരു വിദ്യാർത്ഥിയുടെ മുഴുവനായിട്ടുള്ള വളർച്ച ലക്ഷ്യമിട്ട് തയ്യാറാക്കുന്നതാണ് കരിക്കുലം അഥവാ പാഠ്യപദ്ധതി എന്ന് പറയുന്നത്. ഇത് എല്ലായ്പ്പോഴും വിദ്യാർത്ഥികളുടെ താല്പര്യം, സാംസ്കാരിക ആവശ്യങ്ങൾ ഇതിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത്. എന്നാൽ സിലബസ് എന്ന് പറയുന്നത് റിട്ടൺ ആയിട്ടുള്ള എന്തൊക്കെ പഠിക്കണമെന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു രേഖ, അത്രയേ ഉള്ളൂ. അതാണ് സിലബസ്. ആ സിലബസിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും കുട്ടി പരീക്ഷയ്ക്കായിട്ട് പഠിച്ചിരിക്കണം. അത് കുട്ടിയുടെ പഠനം എന്നുള്ളൊരു നേട്ടത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതാണ്. പാഠ്യപദ്ധതി എന്ന് പറയുന്നത് കുട്ടിയുടെ പൂർണ്ണ വളർച്ചയെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒന്നാണ് പാഠ്യപദ്ധതി എന്നത്. മറ്റൊരു ചോദ്യം, ഇതിനെ തുടർന്ന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് സയൻസ് ക്ലബ്ബ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഘട്ടങ്ങൾ, അതിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ. സയൻസ് ക്ലബ്ബ് എന്താണെന്ന് കുട്ടി ഈ ടീച്ചർക്ക് അറിയോ എന്നുള്ളൊരു തരത്തിലുള്ള ചോദ്യമായിരുന്നു അത്. തീർച്ചയായിട്ടും എല്ലാ സ്കൂളുകളിലും സയൻസ് ക്ലബ്ബ് ഉണ്ടായിരിക്കും. അത് വളരെ മികച്ച രീതിയിൽ സയൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ദിനാചരണങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാനായിട്ട് സയൻസ് ക്ലബ്ബാണ് നേതൃത്വം നൽകുക. ഇതിനൊരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും. പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു അധ്യാപകനാവാം, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയായിരിക്കാം. വൈസ് പ്രസിഡന്റ് ഉണ്ടാവും. ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ എല്ലാം വൈസ് പ്രസിഡൻ്റാണ്. മറ്റൊന്നാണ് സെക്രട്ടറി. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് സെക്രട്ടറിയാണ് അവസാനം ആ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, കുട്ടികളിൽ നിന്ന് തന്നെ എന്തെങ്കിലും പൈസ കളക്ട് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ട്രഷറർ ആ ഒരു ക്ലബിലുണ്ടായിരിക്കും. മറ്റൊന്ന് അംഗങ്ങളാണ്. സയൻസിനോട് ആഭിമുഖ്യമുള്ള കുട്ടികളായിരിക്കും അതിൽ അംഗങ്ങളായിട്ട് ഉണ്ടായിരിക്കുക. മറ്റൊരു ചോദ്യം, മാർച്ച് മാസത്തിൽ സയൻസ് ക്ലബിലെ കുട്ടികൾക്ക് ആചരിക്കാൻ കഴിയുന്ന ദിവസങ്ങൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ 2 ദിവസങ്ങളാണ്. മാർച്ച് 22 വേൾഡ് വാട്ടർ ഡേ നമ്മൾ ആഘോഷിക്കുന്നു. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. മാർച്ച് 23 സയൻസുമായിട്ട് റിലേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അതെ. എന്നാൽ മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട പൈ ഡേ മാർച്ച് 14 തന്നെയാണ്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. മാർച്ച് 22 വാട്ടർ ഡേയും 23 കാലാവസ്ഥ ദിനവുമാണ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു കുട്ടി നമുക്ക് അയച്ചു തന്ന ക്വസ്റ്റ്യൻസ്.
സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്പ ചോദ്യങ്ങൾ ആ കുട്ടിക്ക് കൂടുതലുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു ചോദ്യം ചോദിച്ചത് സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ് പ്രക്രിയ ശേഷികൾ ഏതെല്ലാമാണ് എന്നുള്ളൊരു ചോദ്യം. പ്രക്രിയ ശേഷി എന്നുള്ളത് ചോദ്യം വന്നാൽ നമുക്ക് പ്രധാനമായിട്ട് പറയാവുന്ന 8 കാര്യങ്ങളാണുള്ളത് പ്രക്രിയ ശേഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആ പ്രക്രിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യം നേടാനായിട്ട് ചെയ്യുന്ന നടപടിക്രമങ്ങളുടെ ഒരു ശ്രേണിയെയാണ് പ്രക്രിയ അഥവാ പ്രോസസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രക്രിയ എന്നുള്ളൊരു വേർഡ് കേൾക്കുകയാണെങ്കിൽ അത് നമ്മൾ ഒരു പ്രത്യേക ലക്ഷ്യം നേടാനായിട്ട് ചെയ്യുന്ന നടപടിക്രമങ്ങളുടെ ഒരു ശ്രേണിയായിട്ട് നമുക്ക് കാണാം. ഇതിന് നമുക്ക് പറയാവുന്ന അല്ലെങ്കിൽ പ്രക്രിയാശേഷികൾ എന്ന് പറയാവുന്ന ഒരു 8 എണ്ണമാണുള്ളത്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തേത് നിരീക്ഷിക്കലാണ്, ഒബ്സർവിങ്. രണ്ടാമത്തേത് വർഗീകരിക്കൽ, നിരീക്ഷിച്ച സംഭവങ്ങൾ വർഗീകരിക്കലാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് അളക്കൽ അഥവാ മെഷറിങ്. നാലാമത്തേത് നിഗമനം രൂപീകരിക്കൽ. അഞ്ചാമത്തേത് ആശയവിനിമയം, അതായത് നമ്മൾ കണ്ടെത്തിയ നിഗമനത്തിലൂടെ ഒരാശയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പലതരത്തിൽ രേഖപ്പെടുത്തുക, അത് വിനിമയം ചെയ്യുക. അത് പട്ടികകൾ വഴിയോ അല്ലെങ്കിൽ ഗ്രാഫുകൾ വഴിയോ ഒക്കെ നമ്മൾ മറ്റൊരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തക്ക വിധത്തിൽ ആശയവിനിമയം ചെയ്യുക എന്നുള്ളതാണ് ആശയവിനിമയം എന്നുള്ളൊരു പ്രക്രിയാശേഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ. നിരീക്ഷിക്കുക എന്നുള്ളതിന് നമ്മൾ പ്രക്രിയാശേഷി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആദ്യം നമ്മൾ നിരീക്ഷിക്കുക എന്ന് പറയുകയാണെങ്കിൽ അവർ പെട്ടെന്ന് ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത്. അതിനൊരു ഉദാഹരണം പറയാമെന്ന്. നമുക്ക് നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റും ഇതിന് ഉദാഹരണമായിട്ട് കൊടുക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒന്നാണ് ഉരുകുന്ന ഐസ് കട്ട. ഇതൊന്ന് നിരീക്ഷിക്കുക. അതുപോലെ വെള്ളത്തിൻ്റെ തണുപ്പ് അല്ലെങ്കിൽ ആ വെള്ളം അലിയുന്ന ഐസ് അലിയുന്ന ഒരു സമയം നിരീക്ഷിക്കുക. ഇതൊക്കെ നിരീക്ഷണം എന്നുള്ളൊരു പ്രക്രിയയിൽ നമുക്ക് പറയാവുന്നതാണ്. വർഗീകരിക്കുക എന്നുള്ളത് നമുക്കറിയാലോ. ഇപ്പോൾ കുട്ടികളോട് പറയണ LP വരെയുള്ള ക്ലാസ് ആണെങ്കിൽ നമുക്ക് ഇലകൾ അല്ലെങ്കിൽ വേരുകൾ, വ്യത്യസ്ത തരത്തിലുള്ള റൂട്ടുണ്ടല്ലോ, തായ്വേര് പടലം, അതുപോലെ നാൽവേര് പടലം, അത് വർഗീകരിച്ച് കണ്ടെത്തുക എന്നുള്ളൊരു ടോപ്പിക്ക് ഇവിടെ എക്സാമ്പിളായിട്ട് പറയാം. മറ്റൊന്ന് അളക്കുക എന്നുള്ളത്, അതായത് ഇതിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്ന ഒരു വിത്ത് എടുക്കുകയാണെങ്കിൽ അത് വെള്ളത്തിൽ മുക്കി വയ്ക്കുക. മുക്കി വയ്ക്കുന്നതിന് മുമ്പ് ആ വിത്തൊന്ന് അളന്ന് നോക്കുക. തുടർന്ന് ഇത് വെള്ളത്തിൽ കുറച്ചധികം സമയം, 1 ദിവസമോ 2 ദിവസമോ വെള്ളത്തിലിടുകയാണെങ്കിൽ അതിന് വെച്ചതിന് ശേഷം ഈ ഒരു വിത്തിൻ്റെ നീളം, അതുപോലെ തന്നെ അതിൻ്റെ ഭാരം എന്നിവയിലൊരു വ്യത്യാസം വരും. അത് രണ്ടും അളന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് അളക്കുക എന്നുള്ളൊരു പ്രക്രിയ ശേഷിക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അതുപോലെ അളക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മാത്സ് ആയിരിക്കും ഓർമ്മ വരിക. സയൻസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഏതെങ്കിലും വസ്തുവിൽ വായു നിറയ്ക്കുമ്പോഴുള്ള ഭാരവ്യത്യാസം, ബലൂണിലൊക്കെ, അതൊക്കെ നമുക്ക് ഇവിടെ എക്സാമ്പിളായിട്ട് പറയാം. മറ്റൊന്ന് നിഗമനം രൂപീകരിക്കുക. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനത്തിനും ഒരു നിഗമനം രൂപീകരിക്കുക എന്നുള്ളൊരു പ്രക്രിയയാണ് ഈ ഒരു വിഭാഗത്തിൽ വരുന്നത്. ഐസ് വെള്ളമായിട്ട് മാറുന്നതോ അല്ലെങ്കിൽ ഐസ് വെള്ളമായിട്ട് മാറാനെടുക്കുന്ന സമയം കണ്ടെത്തുന്നതോ അല്ലെങ്കിൽ കണ്ടെത്തിയത്, ഇതെല്ലാം എന്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിഗമനം എന്നുള്ളൊരു ഘട്ടത്തിൽ എടുക്കാം. 5th വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ആശയവിനിമയം ചെയ്യാനായിട്ട് പട്ടികകളോ ഗ്രാഫോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ, അതായത് 6ാമത്തെ, പ്രവചിക്കുക. നമുക്ക് ഒരുപാട് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇങ്ങനെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയോട് പറഞ്ഞ പരീക്ഷണത്തിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് ഊഹിച്ച് പ്രവചിക്കുക എന്നതാണ് പ്രവചിക്കുക എന്നുള്ളൊരു പ്രക്രിയയിലൂടെ പറയുന്നത്.
അത് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഒരു 300 ഗ്രാം വെള്ളത്തിലിട്ട അത് ആ ഒരു ഐസ് ഒരു 50 മിനിറ്റ് കൊണ്ട് ഉരുകി വെള്ളമായി തീരും എന്ന് കുട്ടി പ്രവചിച്ചു. അത് കറക്റ്റ് ആ സമയം കൊണ്ട് തന്നെ ആ ഒരു ഐസ് കട്ട 50 മിനിറ്റ് കൊണ്ട് പൂർണ്ണമായിട്ടും അലിഞ്ഞു പോയോ അതോ പോയില്ല, അതിലിനിയും ബാക്കിയുണ്ടോ എന്നുള്ളൊരു പരീക്ഷണം. അതല്ലെങ്കിൽ നമ്മൾ മുളപ്പിക്കാനായിട്ട് കുഴിച്ചിട്ട വിത്ത് 2 ദിവസം കൊണ്ട് അതിന് മുള വരുമെന്ന് കുട്ടി പ്രവചിക്കുകയാണെങ്കിൽ അത് വന്നില്ല അല്ലെങ്കിൽ വന്നു, അത് രണ്ടും ഈ പ്രവചനം ശരിയാണോ എന്നുള്ളതിന് നമുക്ക് തുടർന്നുള്ള ഘട്ടത്തിലൂടെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. പ്രവചനം എന്ന് പറയുന്നത് എന്ത് പ്രശ്നത്തിനും ആ കുട്ടിയുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടി പ്രവചിക്കുന്നതിനെയാണ് ഇവിടെ പ്രവചനം എന്ന പ്രക്രിയാശേഷിയിലൂടെ പറയുന്നത്. നെക്സ്റ്റ് വൺ, പരികൽപ്പന രൂപീകരിക്കൽ അഥവാ ഹൈപ്പോത്തിസിസ് രൂപീകരിക്കൽ എന്ന് പറയുന്നത്. അതായത് പരീക്ഷണത്തെ നയിക്കാനായിട്ട് ഒരു പ്രസ്താവന രൂപീകരിക്കുക. ഇപ്പോൾ ഐസ് കട്ടയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഐസ് കട്ട എത്ര കൂടുതൽ വെള്ളത്തിലിടുന്നോ അത് ഉരുകാൻ അത്രയും കൂടുതൽ നേരമെടുക്കും എന്നുള്ളൊരു പരികൽപ്പന ഒരു കുട്ടി രൂപീകരിച്ചുവെങ്കിൽ അത് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. പരികൽപ്പന രൂപീകരിക്കുക എന്നുള്ളതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ലാസ്റ്റ് വൺ, പരീക്ഷണത്തിൽ ഏർപ്പെടുക. പരീക്ഷണത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഐസ് കട്ടയുടെ വലിപ്പം, താപനില എന്നിവ ഒരുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഐസ് കട്ട നിക്ഷേപിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് മാറ്റിക്കൊണ്ട് ഐസ് ഉരുകാൻ എടുക്കുന്ന ഒരു സമയത്തെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ പരീക്ഷണത്തിൽ ഏർപ്പെട്ട് കുട്ടി ശരിയായ ഉത്തരം കണ്ടെത്തുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ പ്രക്രിയാശേഷികൾ നമ്മുടെ സയൻസ് അഥവാ പരിസര പഠനത്തിനുണ്ട്. ഇതാണ് ഒരു കുട്ടിയോട് ചോദിച്ചത്. വളരെ ഇലാബറേറ്റ് ആയിട്ട് ഉത്തരം പറയേണ്ട ഒന്നാണ്. ഉദാഹരണങ്ങൾ അവരാവശ്യപ്പെട്ടാൽ മാത്രം പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് നിരീക്ഷണം, പരീക്ഷണം, വർഗീകരിക്കൽ, അളക്കുക, നിഗമനം രൂപീകരിക്കുക, പ്രവചിക്കുക, പരികൽപ്പന രൂപീകരിക്കുക, പരീക്ഷണത്തിൽ ഏർപ്പെടുക, നിഗമനത്തിലെത്തുക എന്നീ ഘട്ടങ്ങൾ നമുക്കിവിടെ പറയാവുന്നതാണ്. ബോഡ് മാസിനെ പറ്റിയിട്ടും ചോദിച്ചിരുന്നു. BODMAS, ബോഡ് മാസ്. ബോഡ് മാസ് നമ്മൾ PSC പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ പോലും പെട്ടെന്ന് അതിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കാതെ ആ ഒരു ചോദ്യം കേൾക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് അയ്യോ ഇതുവരെ ചോദിക്കാത്തൊരു ടോപ്പിക്കാണല്ലോ എന്ന് ഓർത്തു പോകും. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ബോഡ് മാസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് B ബ്രാക്കറ്റ്സ്, ഓർഡർ ഓഫ് പോയിന്റ്സ് ഓർ റൂട്ട്സ്, ദെൻ D ഡിവിഷൻ, M മൾട്ടിപ്ലിക്കേഷൻ, A addition, S സബ്സ്ട്രാക്ഷൻ. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ. ഈ ഒരു രീതിയിലാണ് നമ്മൾ മാത്സ് ഒരു പ്രോബ്ലം വരുമ്പോൾ, വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ചെയ്യേണ്ടത്. അതിനെയാണ് ബോഡ് മാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും പെട്ടെന്നൊരു ചോദ്യം വരുമ്പോൾ ബോഡ് മാസിൻ്റെ ഒരു ഫുൾ ഫോം അതൊരു അബ്രിവേഷൻ ആണെന്നും അത് നമ്മൾ കണക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ്, ഏതെല്ലാം കാൽക്കുലേഷൻസ് ആണ് ആദ്യം ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അബ്രിവേഷനാണ് അതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. മറ്റൊന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വന്ന ഒന്നാണ് TTCയുടെ ഫുൾ ഫോം. DLED നമുക്കറിയാം ഡിപ്ലോമയാണ് ഉള്ളത്, ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ. പക്ഷേ TTC എന്ന് പറയുന്നതിന് പലരും തെറ്റിച്ച് പറഞ്ഞു എന്ന് നമുക്ക് പലരുടെയും ഉത്തരങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. TTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ തന്നെ ഉണ്ട്, ട്രെയിൻഡ് ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ് എന്നാണ് TTCയുടെ ഫുൾ ഫോം. തീർച്ചയായിട്ടും അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, തെറ്റിപ്പറയരുത്. പലരും തെറ്റിപ്പറഞ്ഞതായിട്ട് നമ്മൾ അറിഞ്ഞു. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് ചോദിച്ച മറ്റൊരു ചോദ്യം, എക്കണോമിക്സ് പഠിക്കുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുമെന്നുള്ളത്. അതായത് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട്, അതായത് എക്കണോമിക്സ് BA കഴിഞ്ഞവരോട് അതുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അതെങ്ങനെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള തരത്തിൽ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം എന്നെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എക്കണോമിക്സിനെ പറ്റി നമ്മൾ അത്തരമൊരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് ഒരുപാടൊന്നും ആലോചിക്കാതെ പറയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഈ അടുത്ത് അന്തരിച്ച മൻമോഹൻ സിംഗ് എന്ന വ്യക്തി. അദ്ദേഹം
എക്കണോമിക്സിലാണ് ബിരുദാനന്തര ബിരുദമൊക്കെ നേടിയിട്ടുള്ളത്. അദ്ദേഹം ഒരു ധനമന്ത്രിയായി തുടങ്ങി എങ്കിൽ പോലും ഒരു രാജ്യത്തെ വളരെ മികച്ച രീതിയിൽ ഉയർത്തിക്കൊണ്ടു പോകാനായിട്ട് ഒരു നട്ടെല്ല് എന്ന രീതിയിൽ നരസിംഹറാവു ഗവൺമെൻറ്റിനൊപ്പം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്കണോമിക്സ് എന്ന ടോപ്പിക്ക് കുട്ടിയെ പഠിപ്പിക്കുന്നതിലൂടെ, നമ്മൾ LP ക്ലാസ്സിലൊന്നും ആ ഒരു ലെവലിൽ പഠിപ്പിക്കില്ല എങ്കിൽ പോലും ഒരു വ്യക്തി പഠിക്കുന്നതിലൂടെ ഒരു രാജ്യത്തിൻ്റെ അടിത്തറ വരെ നമുക്ക് അത്രയും ബലത്തോടെ പിടിച്ചു നിർത്താനായിട്ട് ആ ഒരു എക്കണോമിക് എന്ന ടോപ്പിക്കിന് കഴിയുമെന്ന് നമുക്ക് പറയാം. ഇത് കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ബേസ് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് പകർന്നു നൽകുന്നത്. GSTയോ അല്ലെങ്കിൽ മറ്റ് വളരെ ഹൈ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും, ഹൈ ലെവലിലുള്ള കാര്യങ്ങളൊന്നും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല എങ്കിൽ പോലും കുട്ടി നിത്യ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട സാമ്പത്തികമായിട്ടുള്ള ചിലവഴിക്കലുകളും, അതുപോലെ തന്നെ ആ കുട്ടി അനാവശ്യമായിട്ട് ചിലവഴിക്കുന്നത് കൊണ്ടുള്ള പണം ചിലവഴിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങളും എല്ലാം തന്നെ ഒരു എക്കണോമിക്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ എക്കണോമിക്സാണ് ആ കുട്ടി പഠിക്കുന്നത്. ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കുട്ടി പഠിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ബേസ് എക്കണോമിക്സ് ആണ്. അത് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അറിയണം. ഇതൊന്നും അറിയാത്തതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോഴുള്ള പല സംഭവങ്ങളും. ഇപ്പോൾ ഒരു മൊബൈൽ കിട്ടാത്തതിന് തൂങ്ങിച്ചാവാനായിട്ട് പോവുക, അതുപോലെ ബൈക്ക് വാങ്ങി തരാത്തതിന് അമ്മേനെ ഉപദ്രവിക്കുക. അതൊക്കെ കാണുന്നത് ഈ ഒരു ബേസ് ആ കുട്ടിക്ക് ലഭിച്ചിട്ടില്ല, ചെറുപ്പത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ സമൂഹത്തിൽ കാണുന്നത്. ഇത്തരത്തിലൊക്കെ നമുക്ക് ഈ ഒരു എക്കണോമിക്സിൻ്റെ ചോദ്യം വരുമ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാം. അത് നമ്മുടെ ഒരു യുക്തി പോലെ പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വെറുതെ ഞാനിപ്പോൾ പറഞ്ഞു പോയതുകൊണ്ട് ആയില്ല. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചിന്തിച്ച് വളരെ നല്ല രീതിയിൽ ഉത്തരം പറയാവുന്ന ഒരു ചോദ്യമാണിത്. തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. മുഴുവൻ വീഡിയോ കാണുക. യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നന്ദി.